മാന്യ പ്രേക്ഷകർക്ക് സാമൂഹ്യ പാഠം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ലോക വദന ദിനമായി നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടറും ദേശീയ ദന്ത വദന ആരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറുമായ ഡോക്ടർ സൈമൺ മോറിസൺ ആണ്. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, ഇന്ന് ലോക വദനാരോഗ്യ ദിനമാണല്ലോ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എല്ലാ വർഷവും മാർച്ച് മാസം 20-ാം തീയതി ലോക വദനാരോഗ്യ ദിനമായി നാം ആചരിച്ചു വരുന്നു. 2007 ആദ്യമായി വേൾഡ് ഡെന്റൽ ഫെഡറേഷൻ്റെ ആഹ്വാനത്തോടുകൂടി ലോക വദനാരോഗ്യ ദിനം ആചരിക്കണമെന്ന് ഒരു പദ്ധതി തയ്യാറാക്കുകയും എന്നാൽ 2013 മുതൽ ഒരു പ്രത്യേകിച്ച് ലോഗോ തന്നെ തയ്യാറാക്കിക്കൊണ്ട് നാളിതുവരെ 19 വരെ ലോക വദനാരോഗ്യ ദിനം വളരെ ഭംഗിയായി ലോകമെമ്പാടും ആചരിച്ചു വരുന്നു. ഏകദേശം 130 രാജ്യങ്ങളിൽ നിന്നായി ദശലക്ഷക്കണക്കിന് ഡെന്റൽ സർജന്മാരും ദന്ത വിദ്യാർത്ഥികളും മറ്റു പാരാമെഡിക്കൽ ജീവനക്കാരും നമ്മുടെ ദന്താരോഗ്യത്തെ, ദന്ത സംരക്ഷണത്തിൻ്റെ സാധ്യതകളെ വിളിച്ചോതിക്കൊണ്ട് ലോകമെമ്പാടും ഈ ദിനം വളരെ നന്നായി ആചരിക്കുകയാണ്. ഓരോ പൗരനിലും ദന്തശുചിത്വം എങ്ങനെ വേണം, ദന്താരോഗ്യ പ്രശ്നങ്ങളായ ദന്തക്ഷയവും മോണരോഗങ്ങളും വായിലെ സുതാര്യ പാടയുടെ അസുഖങ്ങളും ടെമ്പറോമാൻഡിബുലർ ജോയിൻ്റ് എന്ന അസ്ഥിയുടെ പ്രശ്നങ്ങളും വായിൽ നിന്ന് ഉത്ഭവിക്കുന്ന വദന അർബുദം അതായത് ഓറൽ ക്യാൻസറും അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റു പ്രീ ക്യാൻസറസ് അസുഖങ്ങളും ഇവയിൽ നിന്നെല്ലാം മുക്തി വേണമെങ്കിൽ നമുക്ക് പ്രതിരോധം മാത്രമേ ഫലവത്തായ മാർഗമുള്ളൂ. ഈ ഒരു സന്ദേശം ലോകമെമ്പാടും എത്തിക്കുക, പുകയിലയ്ക്കും പാൻപരാഗ്, ഗുട്ക മുതലായ അനാവശ്യമായ ശീലങ്ങൾ, പുകയില ചവയ്ക്കുന്നതിലൂടെയും വെറ്റ, പാക്ക് മുതലായവ ഉപയോഗിക്കുന്നതിലൂടെയും അമിത മദ്യോപയോഗം, അതുപോലെ ചില ദുശീലങ്ങൾ, കൂടാതെ രക്തജന്യമായി വായ്ക്കുള്ളിൽ പ്രത്യക്ഷപ്പെടുന്ന ചില അസുഖങ്ങൾ, ഇവയെല്ലാം തന്നെ ഭാവിയിൽ പ്രീ ക്യാൻസറസ് അസുഖങ്ങൾക്കും വദനാർബുദത്തിനും കാരണമായേക്കാം. അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് ഈ അസുഖങ്ങളെ നമുക്ക് പ്രതിരോധത്തിലൂടെ നമുക്ക് തീർച്ചയായും പ്രതിരോധിക്കാവുന്നതാണ്. അതാണ് ഏറ്റവും ഫലവത്തായ മാർഗം. മാത്രവുമല്ല, ദന്തക്ഷയം, കടുത്ത ദന്തക്ഷയവും മോണരോഗവും ചികിത്സയില്ലാതിരുന്നാൽ മനുഷ്യരുടെ ശാരീരിക സൗഖ്യത്തെ, അതായത് നമ്മുടെ സിസ്റ്റമിക് ഹെൽത്തിനെ വളരെ നെഗറ്റീവായിട്ട് ഇത് അഫക്റ്റ് ചെയ്യാറുണ്ട്. വളരെ ദ്രവിച്ചുപോയ പല്ലുകളിൽ നിന്നും വേരിൻ്റെ അറ്റത്ത് വളരെ മോശമായ ചില ഗ്രാനുലേഷൻ ടിഷ്യൂ, ഇൻഫെക്ഷൻ, പഴുപ്പ് ഇവ ആരംഭിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തിയുടെ ഹൃദയധമനികളെയും ഹൃദയഭിത്തികളെയും ബാധിക്കുന്ന ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്, പക്ഷാഘാതം അഥവാ സ്ട്രോക്ക്, മഹാധമനിയെയും മറ്റുള്ള വലിയ രക്തക്കുഴലുകളെയും ബാധിക്കുന്ന കൊറോണറി ആർട്ടറി ഡിസീസ്, അതെറോസ്ക്ലീറോസിസ്, പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ്, ഇതുകൂടാതെ പാൻക്രിയാസ് ഗ്രന്ഥിയുടെ അതിൻ്റെ ഹെഡിൽ വരുന്ന ക്യാൻസർ. ഡോക്ടർ, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു ബോധവൽക്കരണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദിനം ആചരിക്കുന്നത്. ഇത് കേരളത്തിൽ സാധാരണയായി കൂടുതൽ കണ്ടുവരുന്ന ദന്തരോഗങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? കേരളത്തിൽ മറ്റുള്ള ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലെയും പോലെ കൂടുതലായി കണ്ടുവരുന്നത് ദന്തക്ഷയവും മോണരോഗങ്ങളുമാണ്. എന്നാലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വായ്ക്കുള്ളിലെ ഓറൽ മ്യൂക്കസ് മെംബ്രെയിനിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു ശ്രേണിയിലുള്ള രോഗങ്ങൾ തന്നെയുണ്ട്. മാത്രമല്ല, കുഞ്ഞുങ്ങൾ ജനിച്ചു വരുമ്പോൾ കേരളത്തിൽ ഇന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ 1000 ജന്മങ്ങളിൽ 3 പേർക്കെങ്കിലും മുറി അണ്ണാക്ക്, ക്ലെഫ്റ്റ് പാലറ്റ് ആൻഡ് ക്ലെഫ്റ്റ് ലിപ്പ് എന്നീ അസുഖവുമുണ്ട്. അതുപോലെ തന്നെ മുഖത്തിന് കുറുകെ ഒബ്ലിക് ഫേഷ്യൽ ക്ലെഫ്റ്റ് എന്നൊരു
ജന്മവൈകൃതവും ഉണ്ടാകാറുണ്ട്. മാത്രമല്ല പ്രായം ചെന്നവരിൽ അവരുടെ മോണയെയും അസ്ഥിയെയും ബാധിക്കുന്ന മറ്റു രോഗങ്ങളും ജോയിൻ്റ് ഡിസോർഡറുകളും വായെ മൊത്തത്തിൽ ബാധിക്കുന്ന ബാക്ടീരിയ വൈറസ് മുഖാന്തരമുള്ള ഇൻഫെക്ഷൻ അണുസംക്രമങ്ങളും അതിനോടൊപ്പം വദനാർബുദവും നാം ചർച്ചയ്ക്കെടുക്കേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ വളർന്നു വരുന്ന കുട്ടികളിൽ സാധാരണയായി കണ്ടുപെടുന്ന ദന്തരോഗങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? അതിനുള്ള പരിഹാരങ്ങൾ കൂടി ഒന്ന്. ഡോക്ടർ, അതിനു മുമ്പ് ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഡോക്ടർ ഉണ്ട്, ഡോക്ടറോട് ചോദിച്ചോളൂ, സംസാരിച്ചോളൂ. മലപ്പുറത്ത് നിന്ന് മജ്നു. മജീദ് പറഞ്ഞോളൂ. സാറേ, ഞാൻ കുറെ എന്റെ വായനാട്ട് ഭയങ്കര പ്രശ്നമായി എനിക്ക് ആദ്യമായിട്ടില്ല സംസാരിക്കുന്നു. ഹലോ, കേൾക്കാം. മിസ്റ്റർ മജീദ് പറഞ്ഞോളൂ. കേൾക്കാം. എന്റെ വായനാട്ടിന്റെ ഒരു ഞാൻ പല മരുന്നുകളും ഇങ്ങനെ ഉപയോഗിച്ചു. എനിക്ക് ഒരു സമാധാനം ഇപ്പം എന്റെ വായനാട്ടിന്റെ പ്രശ്നം. അതെ, മജീദിന് ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് 50 വയസ്സായി. ഇപ്പൊ കുറെ ആയിട്ട് തുടങ്ങിയിട്ടു. അല്ല, എത്ര വയസ്സായി? വയസ്സ് 50 വയസ്സായി. 50 വയസ്സ്. ഓക്കെ. ഈ പറയുന്ന വായനാറ്റം തുടങ്ങിയിട്ട് താങ്കൾക്ക് ഏകദേശം എത്ര നാളായി കാണും? ഒരു 4-5 വർഷമായി കാണോ? 5 വർഷം 10 വർഷമായി. 10 വർഷമായി. അതെ. അപ്പോൾ ഇത് താങ്കൾ ഏതെങ്കിലും ദന്ത ചികിത്സകരെ കാണിച്ചിരുന്നോ? ഞാൻ പല ഡോക്ടർമാരായിട്ട് കണ്ടു. കാണിച്ച ഡോക്ടർമാർ ഇതിനെപ്പറ്റി മരുന്നൊന്നും വരില്ല. 3-4 ഡോക്ടറൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. ശരി. അപ്പൊ ഞാൻ പറയുന്നത് മജീദ് ദയവേത് ഒന്ന് ശ്രദ്ധിക്കോ. വായ്നാറ്റം അഥവാ വായിൽ നിന്നും പുറപ്പെടുന്ന ദുർഗന്ധം, ഇതിന് നമ്മുടെ സാങ്കേതികമായ പദങ്ങൾ പറഞ്ഞാൽ ഹാലിറ്റോസിസ് എന്നും അല്ലെങ്കിൽ ഫെറ്റർ എക്സ് ഓറിസ്, അതും അല്ലെങ്കിൽ ഓറൽ മാൽ ഓഡർ, ഇപ്പോൾ ഈ ടെർമിനോളജിയാണ് ദന്തവൈദ്യശാസ്ത്രം ഉപയോഗിച്ച് വരുന്നത്. തീർച്ചയായും ആദ്യമായി പറയാനുള്ളത്, താങ്കളുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ താങ്കളുടെ അസുഖം എന്തെന്നാൽ വേറെ പരിശോധനകളിൽ താങ്കൾക്ക് രക്തജന്യമായ അസുഖങ്ങളോ മറ്റു ശാരീരികമായ അസുഖങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ താങ്കൾക്ക് മുൻകാലങ്ങളിൽ ഡോക്ടർമാരും സാധാരണ ജനങ്ങളും പറഞ്ഞിരുന്ന പയോറിയ അഥവാ ക്രോണിക് പെരിയോഡോണ്ടൈറ്റിസ്, അതും ജനറലൈസ്ഡ് പല്ലുകളെയും മോണകളെയും മൊത്തത്തിൽ ബാധിക്കുന്ന ക്രോണിക് ജനറലൈസ്ഡ് പെരിയോഡോണ്ടൈറ്റിസ് എന്ന മോണരോഗം തന്നെയാണ് ഇതിന് കാരണം. അപ്പോൾ വായുനാറ്റത്തിന് പ്രധാനമായി കാരണങ്ങൾ ഈ താങ്കളുടെ പ്രായത്തിലുള്ള വ്യക്തികളിൽ പല്ലിനും ചുറ്റുമുള്ള ഒരു ചെറിയ കോളർ പോലെ പല്ലിന് ചുറ്റും ഒരു ചെറിയ രീതിയിൽ മാർജിനൽ ജിഞ്ചൈവ എന്ന് പറയുന്ന ഒരു കോളറുണ്ട്. അത് കാലക്രമേണ രോഗബാധിതമായി അതിൽ പ്ലാക്ക് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അണുജീവികളുടെയും ബാക്ടീരിയകളുടെയും വലിയ ഒരു കോളനി, അതിനുള്ളിൽ ആഹാരാവശിഷ്ടങ്ങളും മറ്റുള്ള ചില പ്രത്യേക മോണയെയും പല്ലിനെയും ദ്രവിപ്പിക്കുന്ന ഘടകങ്ങളും മറ്റു പല രാസപദാർത്ഥങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇവ പല്ലിൻ്റെ ഇടയിൽ ക്രെവിസിലൂടെ ഉള്ളിലേക്ക് പ്രവർത്തിച്ച് മോണരോഗത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ഇവ ഒരു പോക്കറ്റായി രൂപാന്തരപ്പെടുന്നു, ഒരു അറയായി രൂപാന്തരപ്പെടുന്നു. ഈ അറയ്ക്കുള്ളിൽ വീണ്ടും പല ബാക്ടീരിയകൾ കോളനൈസേഷൻ, അതായത് കൂടുകൂട്ടി വരും. അത് അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ പല്ലിൻ്റെ മോണയ്ക്ക് ചുറ്റുമുള്ള തരുണാസ്ഥിയെ ദ്രവിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ തരുണാസ്ഥി ദ്രവിച്ചു കളഞ്ഞാൽ വീണ്ടും തരുണാസ്ഥി പുനർജനിക്കുകയില്ല. അങ്ങനെ ദ്രവിച്ചു കളയുന്ന സ്റ്റേജിലേക്ക് പോകുമ്പോൾ അതിനെ മോണപ്പഴുപ്പ് അതാ പെരിയോഡോണ്ടൽ ആബ്സസ് എന്ന് പറയാം. മിക്കവാറും മിസ്റ്റർ മജീദിൻ്റെ അസുഖം ഇതുതന്നെയായിരിക്കും. താങ്കൾക്ക് ഏത് ആശുപത്രിയിൽ ചെന്നാലും ഏത് ദന്ത ചികിത്സകനോട് ചെന്ന് പറഞ്ഞാലും ഇതിന് ചികിത്സയുണ്ട്. താങ്കൾക്ക് പല്ലിൻ്റെ പുറമേ കാണുന്ന, പല്ലിൻ്റെ ഉപരിതലത്തിൽ കാണുന്ന, മോണയുടെ മുകളിൽ കാണുന്ന ഈ മാലിന്യങ്ങളെ, കാൽക്കുലസ്, ഡെന്റൽ പ്ലാക്ക്, ബാക്ടീരിയകൾ, മറ്റു രാസവസ്തുക്കൾ ഇവയെ നീക്കം ചെയ്യുന്നതിന് സുപ്രാ ജിഞ്ചേവൽ സ്കെയിലിംഗ് എന്നും, അല്പം കൂടെ ഉള്ളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണെങ്കിൽ അതിനെ സബ് ജിഞ്ചേവൽ സ്കെയിലിംഗ് എന്നും, അത് എങ്ങും അല്ല വളരെ മോശമായ രീതിയിൽ മോണരോഗം വന്നിരിക്കുകയാണെങ്കിൽ അതിനെ ഫ്ലാപ്പ് സർജറി എന്ന് പറയുന്ന മോണയിൽ ചെയ്യുന്ന ലഘുതരമായ ഒരു ശസ്ത്രക്രിയ കൊണ്ട് താങ്കൾക്ക് പരിപൂർണ്ണ സുഖം കിട്ടുന്നതാണ്. എങ്കിലും താങ്കൾക്ക് ഇപ്പോൾ രീതിയിൽ താങ്കൾക്ക് താൽക്കാലികമായ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരണമെങ്കിൽ ചില മരുന്നുകൾ അടങ്ങിയ
മൗത്ത് വാഷുകൾ വിപണിയിൽ ലഭ്യമാണ്. ഉദാഹരണത്തിന് നമ്മൾ ഏറ്റവും കൂടുതലായി കൊടുക്കുന്നത് 2% ക്ലോറെക്സിഡിൻ എന്നൊരു മരുന്നാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് നാം വാ കഴുകുന്ന വെള്ളത്തിൽ ഒരല്പം ഹൈഡ്രജൻ പെറോക്സൈഡോ സെട്രിമൈഡ് ട്രൈക്ലോസാൻ മുതലായ മരുന്നുകളും നമുക്ക് ലഭ്യമാണ്. ഇത് ട്രൈ ചെയ്യാം. മാത്രമല്ല എങ്കിൽ എനിക്ക് പറയാനുള്ളത് മോണരോഗത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയ പെരിയോഡോണ്ടിസ്റ്റുകളെ കാണിക്കുന്നതായിരിക്കും ഉത്തമം. വിളിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ, നമ്മൾ നേരത്തെ ചോദിച്ച ഒരു ചോദ്യമാണ്, വളർന്നു വരുന്ന കുട്ടികളിൽ കാണപ്പെടുന്ന ദന്തരോഗങ്ങൾ എന്തൊക്കെയാണ്, അവയുടെ പരിഹാര മാർഗങ്ങളും കൂടി ഒന്ന് വ്യക്തമാക്കാമോ? ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി പല്ല് മുളയ്ക്കുന്നത് കീഴ്ത്താടി എല്ലിലെ മുൻവരിയിലുള്ള ഇൻസൈസർ അഥവാ ഉളിപ്പല്ലുകളാണ്. കാലക്രമേണ നാം കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ പാല് കൂടാതെ തന്നെ ചില കുറുക്കുകളും ഷുഗർ അതായത് മധുരം കോട്ട് ചെയ്തിട്ടുള്ള ചില ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണങ്ങളുമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. പലപ്പോഴും കുഞ്ഞുങ്ങൾ കുട്ടികളല്ലേ എപ്പോഴും കരയുമ്പോൾ കുഞ്ഞിൻ്റെ വായിലേക്ക് തന്നെ കുപ്പിയിൽ ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലും മധുരം കലർന്ന കുറുക്കുകളോ അല്ലെങ്കിൽ പാൽക്കുപ്പിയോ വെച്ചിട്ട് കുഞ്ഞിനെ ചരിച്ച് ഒരു തുണിയിൽ എവിടെയെങ്കിലും ഈ കുപ്പി ചരിച്ച് വെച്ചിട്ട് അമ്മമാർ ശ്രദ്ധിക്കാതെ പോകും. പറ്റുന്നത് എന്തെന്നാൽ ഈ പാലിൻ്റെ പാട കുഞ്ഞുങ്ങളുടെ മുകൾ വരിയിൽ അതിൻ്റെ ചുണ്ടിനോട് ചേർന്ന ലേബിയൽ എന്ന് പറയുന്ന സർഫസിൽ പ്ലാക്ക് ധാരാളമായി അടിഞ്ഞു കൂടുകയും അതിനോടൊപ്പം തന്നെ അതിൽ നിന്ന് ഊറി വരുന്ന തുപ്പൽ പതുക്കെ കീഴ്ത്താടിയിലെ അണപ്പല്ലുകളുടെ ഉപരിതലങ്ങളിലും വ്യാപിക്കുകയും ചെയ്യും. എന്നാൽ കുഞ്ഞ് പലപ്പോഴും പാല് കുടിക്കുന്ന ആ പ്രക്രിയയിൽ കുഞ്ഞിൻ്റെ നാവിൻ്റെ മാംസമായ പ്രദേശം കീഴ്ത്താടിയിലെ പല്ലുകളെ കവർ ചെയ്യുന്നതിനാൽ. അതിനിടയ്ക്കൊരു കോളുണ്ട്. സാമൂഹ്യ പാഠം പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഡോക്ടറുണ്ട്, ഡോക്ടറോട് സംസാരിച്ചോളൂ. പറയൂ. പറഞ്ഞോളൂ ഡോക്ടർ. പല്ലിൽ കക്ക വരുന്നത് എങ്ങനെയാണ്? ചുറ്റും കേൾക്കില്ലേ? കേൾക്കുന്നുണ്ട്. പല്ലിന്റെ ചുറ്റും കക്ക വരാനുള്ള കാരണം എന്താണ്? അതെ, പല്ലില് സാധാരണ ജനങ്ങൾ പല്ലിൽ കക്ക വരിക, അതുപോലെ തന്നെ അല്ലെങ്കിൽ വേറെ ചില സ്ഥലങ്ങളിൽ പൊറ്റ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ടാറ്റാർ എന്നോ ഡെന്റൽ കാൽക്കുലസ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത് വരാനുള്ള കാര്യം ആദ്യമായി പല്ലിൻ്റെ ഉപരിതലത്തിൽ, അതായത് ഇപ്പോൾ ജനിക്കുന്ന ഒരു കുട്ടിയുടെ വായിൽ ഒറ്റ ബാക്ടീരിയയും കാണില്ല. അവർ ശരിക്കും പറഞ്ഞാൽ വളരെ സ്റ്റെറൈലായിട്ടുള്ള ഒരു സൂക്ഷ്മാണുകൾ പോലും ഇല്ലാത്ത വൃത്തിയുള്ള വായായിരിക്കും. പക്ഷേ മിനിറ്റുകൾ കഴിയുന്തോറും വായ്ക്കുള്ളിലുള്ള ബാക്ടീരിയകളുടെ എണ്ണവും അതിലുള്ള ചേഞ്ചസും ബാക്ടീരിയകളുടെ രൂപവും മാറി അവസാനം വായ്ക്കുള്ളിൽ വലിയ ഒരു ബാക്ടീരിയയുടെ അണുജീവികളുടെ കോളനി രൂപം കൊള്ളുന്നു. ഇത് പ്രധാനമായും എല്ലാ പല്ലുകളുടെ മേളിലും വളരെ സുതാര്യമായ രീതിയിൽ ശ്ലേഷ്മ സ്വഭാവമുള്ള ഒട്ടിപ്പിടിക്കുന്ന ഒരുതരം ബാക്ടീരിയകളുടെയും വായിലുള്ള ഭക്ഷണാംശങ്ങളുടെയും മറ്റുള്ള തുപ്പലടങ്ങിയിരിക്കുന്ന മ്യൂസിൻ, അതുപോലെ തന്നെ വായിൽ നിന്നും അടർന്നു വീഴുന്ന ഡീസ്കോമേറ്റഡ് എപ്പിത്തീലിയൽ സെല്ലുകളെല്ലാം കൂടെ ചേർന്ന് പ്ലാക്ക് എന്ന പേരിൽ ഒരു സംഗതി ഒരു ശ്ലേഷ്മം സ്വഭാവമുള്ള ഒരു മെംബ്രെയിൻ പറ്റിപ്പിടിക്കുന്നു. കാലക്രമേണ ഈ പറയപ്പെടുന്ന പ്ലാക്ക് കാൽസിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കഴിഞ്ഞു പോകുമ്പോൾ ഇത് കട്ടിപിടിച്ച് കാൽക്കുലസായി മാറാനാണ് പതിവ്. ഇതിൻ്റെ കണ്ടന്റ് ഇതിൻ്റെ എന്താണ് രാസഘടകം എന്തെന്നാൽ അത് കാൽഷ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് ക്രിസ്റ്റൽസ് ആണ്. അതിൽ കാൽഷ്യവും ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ട്. മറ്റു ചില കെമിക്കൽ ബോണ്ടിങ്ങിലൂടെ വരികയും ഒരിക്കൽ ഇത് കട്ടിപിടിച്ച് കഴിഞ്ഞാൽ കട്ടിപിടിച്ചതിൻ്റെ ഉപരിതലം കൂടുതൽ പരിവരുത്തതാവുകയും അതിൻ്റെ മേളിൽ വീണ്ടും പ്ലാക്ക് അടിഞ്ഞുകൂടുകയും വീണ്ടും കട്ടി പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ലേ? അതെ, നേരത്തെ ഞാനത് പറഞ്ഞുകൊണ്ട് വന്നിരുന്ന കാര്യം അതുതന്നെയാണ്. ഇത് മിക്കവാറും എല്ലാ ദന്ത ചികിത്സകരും ഇതിനെ ഒരു സ്കെയിലിംഗ് ചെയ്ത് നല്ല രീതിയിൽ ഒന്നീ സാധാരണ പുറമേ ഉള്ള സ്കെയിലിങ്ങോ അതല്ലേ ഒരു ഡീപ്പ് ക്ലീനിങ്ങോ ചെയ്ത് ഈ കക്കയെ പരിപൂർണമായി നീക്കം ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഒരിക്കൽ കക്ക നീക്കം
ഒരിക്കൽ കക്ക നീക്കം ചെയ്തതിന് ശേഷം ഡോക്ടർമാർ നമുക്ക് പറഞ്ഞു തരുന്ന ബ്രഷിംഗ് രീതികൾ അവലംബിക്കേണ്ടതാണ്. നമ്മുടെ ബ്രഷുകളും മാറ്റി നോക്കേണ്ടതാണ്. അവർ പറയുന്ന എന്താണോ അത് അതുപോലെ അനുവർത്തിച്ചാൽ മിക്കവാറും കക്ക വീണ്ടും പിടിക്കാനുള്ള ചാൻസ് 90% ഇല്ല. സാമൂഹ്യ പാഠം പരിപാടിയിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് തുടരാമോ? യെസ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് തീരെ ചെറിയ കുഞ്ഞുങ്ങളുടെ ദന്തക്ഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ ഞാനീ പറഞ്ഞ കണക്ക് പാലിൻ്റെ പാടെ ഇരുന്നും കുഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷവും കുഞ്ഞിൻ്റെ ഏറ്റവും കൂടുതൽ വളരെ പെട്ടെന്ന് തന്നെ മുൻവരിയിലെ മേൾത്തെ അസ്ഥിയിലെ മുൻവരിയിലെ എല്ലാ പല്ലുകളും വളരെ പെട്ടെന്ന് തന്നെ ദ്രവിച്ചു പോകുന്നത് കാണാം. അതുപോലെ തന്നെ താഴത്തെ വരിയിൽ അണപ്പല്ലുകളും ദ്രവിച്ചു പോകുന്നത് കാണാം. എന്തുകൊണ്ടെന്നാൽ താഴത്തെ വരിയിൽ ഉള്ള മുൻനിരയിലെ പല്ലുകൾ മാംസളമായ കുഞ്ഞിൻ്റെ നാവ് വന്ന് മൂടുന്നതിനാൽ ഈ ഒരു ബാക്ടീരിയയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടും. ഈ പറയപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ആ ചെറിയ പ്രായത്തിലുണ്ടാകുന്ന ദന്തക്ഷയത്തെ നമ്മൾ ഏർലി ചൈൽഡ്ഹുഡ് കാരീസ് എന്ന് പറയും. ഇതിന് മറ്റ് 2 പദങ്ങൾ കൂടിയുണ്ട്. ഫീഡിംഗ് ബോട്ടിൽ സിൻഡ്രം അഥവാ നേഴ്സിംഗ് ബോട്ടിൽ കാരീസ് എന്ന് പറയുന്നു. മാസ്ലർ എന്ന് പറയുന്ന ഒരു നല്ല ഡെന്റിസ്റ്റാണ് ഇതാദ്യമായി കണ്ടെത്തിയത്. അദ്ദേഹം ഒരു പീഡിയാട്രിഷ്യൻ കൂടായിരുന്നു. ഇത് കൂടാതെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് റാമ്പന്റ് കാരീസ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക രീതിയിൽ വളരെ പെട്ടെന്ന് വന്ന് അപ്പിയർ ചെയ്യുകയും അത് എല്ലാ സ്ഥലങ്ങളിലേക്കും വൈഡ് സ്പ്രെഡ് വളരെ പെട്ടെന്ന് സൈഡുകളിലേക്ക് വ്യാപിക്കുകയും പല്ലിൻ്റെ ഇനാമലിനെയും ഡെന്റിനെയും കുഴിച്ചുകൊണ്ട് ഒരു എലിയുടെ മാളം പോലെ ഉള്ളിലേക്ക് പോയി പല്ലുകൾ ദ്രവിപ്പിച്ച് കളയുന്ന റാമ്പന്റ് കാരീസ് എന്ന് പറയുന്നൊരു വിഭാഗവും കുഞ്ഞുങ്ങളുടെ ദന്തക്ഷയത്തിൽ പെടുന്നു. അതിനാൽ കുഞ്ഞുങ്ങളുടെ ഈ പറയപ്പെടുന്ന ദന്തദ്രവീകരണം വളരെ തുടക്കത്തിലെ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. കാര്യം കുഞ്ഞുങ്ങൾക്ക് ഏതാണ്ട് കുഞ്ഞുങ്ങളുടെ 6 മാസം മുതൽ 12 വയസ്സിനിടയിൽ വരെ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ പല്ലുകളുടെ ആവശ്യമുണ്ട്. എന്തെന്നാൽ കുഞ്ഞുങ്ങളുടെ പല്ലുകൾ അവരുടെ താടിയെല്ലുകളുടെ യഥാർത്ഥ രൂപീകരണത്തിനും താടിയെല്ലുകളുടെ വളർച്ചയ്ക്ക് ക്രമാനുഗതമായി അവരുടെ തലയോടിന്റെ വികാസത്തിനും. സാമൂഹ്യ പാഠം പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ സർവയാണ്. കൊല്ലത്ത് മൺട്രോത്തിരുത്തുന്ന സ്ഥലത്ത് നിന്നാണ്. ഡോക്ടറുണ്ട്, ഡോക്ടറോട് സംസാരിച്ചോളൂ. മോൻ ഡോക്ടറെ അടുത്ത് പറയണോ? അന്ന് ഡോക്ടറെ അടുത്ത് നിന്റെ ആ പല്ലിന്റെ കാര്യം പറയണം. ഹലോ പറഞ്ഞോളൂ മോനെ. ഹലോ പറഞ്ഞോളൂ കേക്കാം. എന്റെ പല്ലിന് ആയി പോവോ? 11 വയസ്സ്. പറഞ്ഞോളൂ കേക്കാം. ഹലോ അമ്മ പറഞ്ഞോളൂ. ടിവിയുടെ വോളിയം ഒന്ന് കുറച്ചിട്ട് സംസാരിച്ചാൽ മതി. പിന്നെ അത് കൂട്ടിയോ? ഹലോ, പിന്നെ വോളിയം കുറയ്ക്കാന്. പിന്നെ മോനെ, എന്റെ കൊച്ചുമോന്റെ കാര്യമാണ്. കൊച്ചുമോന് 11 വയസ്സുണ്ട്. എന്നല്ല, അപ്പൊ അവനെ പല്ല് കെട്ടിക്കുന്നതിന് വേണ്ടി എത്രാമത്തെ വയസ്സിലായിരുന്നു അവനെ കൊണ്ടുപോയേ? 10 വയസ്സായപ്പോഴേ പല്ലിന് കമ്പി ഇടാനായിട്ട് കൊണ്ടുപോയി. 1-2 ഡോക്ടർമാരെ കണ്ട്. അങ്ങനെ അവര് 2 പേര് പറഞ്ഞു ഇപ്പൊ ഇടാൻ പറ്റത്തില്ല, 14 വയസ്സൊക്കെ ആവണമെന്ന് പറഞ്ഞു. അത് കൂടാതെ അവരൊരു പിന്നെ ക്ലിപ്പൊക്കെ ഇട്ട് കൊടുത്ത്. അതുകൊണ്ടാണെന്ന് അറിയത്തില്ല, മോന്റെ ഇപ്പൊ അണപ്പല്ലൊക്കെ അങ്ങ് പൊഴിയുന്നു. വേദനയുണ്ട്, പൊഴിയും ചെയ്യുന്നു. അതൊക്കെ അമ്മ പറഞ്ഞോളൂ. എന്താ ഡോക്ടർ, അന്നേരം ഈ നേരെ പ്രായം പിന്നെ പ്രായമാവാതെ ഈ പിന്നെ ക്ലിപ്പ് ഇട്ടത് കൊണ്ടാണോ എന്തോന്ന് അറിയാൻ വയ്യല്ലോ. അമ്മേ, ഞാൻ ഇതിനുള്ള മറുപടി ഒന്ന് പറയാം. അമ്മ ശ്രദ്ധിക്കണേ. ശ്രദ്ധിക്കാം. അമ്മേ, 6 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുഞ്ഞുങ്ങളുടെ വായില് പാൽ പല്ലുകളും സ്ഥിരം പല്ലുകളും സമ്മിശ്രാവസ്ഥയിലുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത്. അതായത് തീർച്ചയായും നമുക്ക് 6 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ വായിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന് 20 പാൽപ്പല്ലുകളും അതിന്റെ ഏറ്റവും അണയുടെ ബാക്കിലായിട്ട് മുകളിലും താഴെയുമായി 4 സ്ഥിരം പല്ലുകൾ കൂടി വരും. അതായത് 6 വയസ്സിൽ മുളയ്ക്കുന്ന അണപ്പല്ലുകൾ. അത് കഴിഞ്ഞ് കുഞ്ഞിന് 12 വയസ്സാകുമ്പോ ചിലപ്പോൾ 11 വയസ്സിൽ തന്നെയും അതിനുശേഷം വീണ്ടും ഓരോ അണപ്പല്ലുകൾ കൂടി വായിൽ വരും, എല്ലാ സൈഡിലും. അതിനിടയിൽ തന്നെ അതിന്റെ മുൻവരിയിലെ
ഉളിപ്പല്ലുകൾ, ഏറ്റവും ചിരിക്കുന്ന ഫ്രണ്ടിലുള്ള ഉളിപ്പല്ലുകൾ മുൻപിൽ 2 എണ്ണം, വീണ്ടും അതിൻ്റെ സൈഡിലായിട്ട് 2 എണ്ണം, വീണ്ടും താഴെ തന്നെ 4 എണ്ണം, അങ്ങനെ വന്ന് ഈ കൊച്ചിന്, ഈ 11 വയസ്സുള്ള കൊച്ചിന് ഏകദേശം അതിന് 2 തരത്തിലുള്ള പല്ലുകളും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് കൊഴിയേണ്ടുന്ന പല്ലുകളാണ് ഈ ഇളകി പോകുന്നത്. അമ്മ ഒട്ടും ഭയക്കണ്ട. ഈ ചില കുഞ്ഞുങ്ങൾക്ക് 13 വയസ്സ് വരെ പല്ലുകൾ കൊഴിയും. അതെല്ലാം തന്നെ പോകേണ്ട പല്ലുകളാണ്. ഒരിക്കലും സ്ഥിരം പല്ലൊന്നും അങ്ങനെ കയറി കൊഴിഞ്ഞു പോകില്ല. മിക്കവാറും അമ്മയുടെ ആ ചെറുമകന് ആ ഡോക്ടർ ഇട്ടുകൊടുത്തത് ഒരു സ്പേസ് മെയിൻറ്റെയിനർ എന്ന് പറയുന്ന ഒരു ചെറിയ ഉപകരണമായിരിക്കും. അത് ഒരു സ്ഥിരമായ ഒരു ദന്ത ചികിത്സയല്ല, ഒരു ചെറിയ ഒരു ഇന്ററിം പീരീഡ്, ഒരു ചെറിയ കാലഘട്ടത്തിലേക്ക് മാത്രം ആ ആർച്ച് ലെങ്ത്, അതായത് താടിയല്ലിന്റെ നീളക്കുറവ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ ഉപകരണം മാത്രമാണ്. അമ്മ പേടിക്കേണ്ട, അത് 100% ശരിയായ ചികിത്സ തന്നെയാണ്. സാമൂഹ്യ പാഠത്തിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മളുടെ ഒരു പ്രധാന പ്രശ്നമാണ് ദന്തപരിചരണം എപ്പോൾ മുതൽ തുടങ്ങണം? ദന്തപരിചരണത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യമായി തന്നെ പറയാനുള്ളത്, ഒരു പെൺകുട്ടി വിവാഹിതയാകാൻ തീരുമാനിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു പ്രീ മാരിറ്റൽ ഡെന്റൽ കൗൺസിലിംഗ് ആണ് ആദ്യം കൊടുക്കേണ്ടത്. ജസ്റ്റ് ആ ഒരു ലേഡി വിവാഹം കഴിക്കാൻ പോകുന്നു, അപ്പോൾ തന്നെ നമ്മൾ പറയുന്ന ഒറ്റ കാര്യം. അപ്പോൾ അതെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു ലേഡി അവർ വിവാഹം കഴിഞ്ഞു, അവർ ഗർഭിണിയാണെന്ന് അറിഞ്ഞു. അവരുടെ വയറ്റിൽ വളരുന്ന ഭ്രൂണത്തിന് ഏകദേശം 6 ആഴ്ച പ്രായമുള്ളപ്പോൾ തന്നെ അവരുടെ കുഞ്ഞിൻ്റെ പല്ലുകളുടെ മുള, അതായത് ടൂത്ത് ജേമും താടിയലിനുള്ള ചില പ്ലക്സ്, അതായത് താടിയലിൻ്റെ ചില ചെറിയ ചെറിയ രൂപങ്ങളും രൂപപ്പെട്ട് തുടങ്ങും. എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ പോഷണസമൃദ്ധമായ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ വൈറ്റമിൻ എയുടെയും വൈറ്റമിൻ സിയുടെയും, അതായത് ജീവകം എ, സി, അവയുടെയും ഫോളിക് ആസിഡ് എന്ന ജീവകത്തിൻ്റെയും കുറവ് ഇവർക്ക് ഭക്ഷണത്തിൽ കിട്ടാതെ വരികയും അത് പുറമേ നിന്ന് ഒരു ഗൈനക്കോളജിസ്റ്റ് കൊടുക്കാതെ വരികയും ചെയ്യുമ്പോൾ അവരുടെ കുഞ്ഞിൻ്റെ ഇനാമലിനും ഡെൻറ്റിനും, അതായത് പല്ലിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള കലകളായ ഇനാമലിനും ഡെൻറ്റിനും ഓരോരോ ദോഷങ്ങൾ സംഭവിക്കുകയും, അതിനെ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ. ഡോക്ടർ, നമുക്കൊരു കോളുണ്ട്. സാമൂഹ്യ പാഠം പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? കോഴിക്കോട് നിന്ന് സെലീന. ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ. സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഡോക്ടറിന്റെ മകൾക്ക് 7 വയസ്സായി. മുകളിൽ നിരയിലുള്ള പല്ല് ഉള്ളോട്ടാണ്. അപ്പൊ ഒരു താടിയിൽ എന്താ വളരുന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അന്നപ്പോ പിന്നെ ഇനി പറഞ്ഞത് എന്താ മുകളിലത്തെ അതിന് വളർച്ചക്കുറവുണ്ട്, അതൊരു 9 വയസ്സാകുമ്പോ വേറൊരു ക്ലിപ്പ് ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചത് ഇപ്പൊ ഇടല് തുടങ്ങിയിട്ട് ഒരു 8 മാസമൊക്കെ ആയി. അടുത്ത് പോയിട്ട് മാസം പോയിട്ട് അത് സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നുണ്ട്. അതെ. മോക്ക് എത്ര വയസ്സായി? 7 വയസ്സ്. 7 വയസ്സ്. ശരി. അപ്പൊ അത് എന്റെ ബ്രദറിന്റെ കുട്ടികൾക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പല്ലിന്. അപ്പൊ ഞാൻ എങ്ങനെ പറഞ്ഞോളൂ, കേൾക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു ഡോക്ടറോട്, പിന്നെ ഇതിങ്ങനെ എന്റെ ആങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഉണ്ട്, എന്താ പാരമ്പര്യമായിട്ടാണ് ചോദിച്ചത്. പാരമ്പര്യമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അത് ശരിയാവോ ഡോക്ടർ? ഇപ്പോൾ തീർച്ചയായും ആ ഡോക്ടർ പറഞ്ഞതിൽ നിന്നും ഡോക്ടർ പറഞ്ഞ ചികിത്സാ രീതികൾ ശരി തന്നെയാണ്. എന്തെന്നാൽ താങ്കളുടെ ഈ കുട്ടിക്ക്, ഈ ചെറിയ കുട്ടിക്ക്, അതിന് ഞങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മാക്സിലറി ഡെഫിഷ്യൻസി, അതായത് മേൽത്താടി എല്ല് ജന്മനാലുള്ള ഒരു വൈകൃതം കാരണം ചുരുങ്ങിപ്പോയെന്ന് വേണേൽ പറയാം. അതായത് കുഞ്ഞ് ജനിച്ചു വരുന്ന സമയത്തിന് തന്നെ മേൽത്താടി എല്ലിന് ആവശ്യമായിട്ടുള്ള വളർച്ചയോ വികാസമോ കിട്ടാതെ കീഴ്ത്താടി എല്ല് മുമ്പോട്ട് തള്ളിപ്പോയി. ആ ഒരു സാഹചര്യത്തിൽ മിക്കവാറും നല്ല രീതിയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ഓർത്തോഡോണ്ടിസ്റ്റ് ഡോക്ടർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ മേൽത്താടി എല്ലിനെ തന്നെ റാപ്പിഡ് മാക്സിലറി എക്സ്പാൻഷൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും മുകൾ താടി എല്ലിനെ ഒരു പ്രത്യേകതരം ഡെൻഡോഫിഷ്യൽ ഓർത്തോപെഡിക് ഉപകരണം ഉപയോഗിച്ച് വെളിയിലേക്ക് വലിച്ച് ക്രമേണ കൊണ്ടുവരികയും ചെയ്യും. കൊണ്ടുവന്നിട്ട് കീഴ്ത്താടി എല്ലിന് എപ്പോഴായാലും മേൽത്താടി എല്ലുകൾ കൂട്ടിക്കടിക്കുമ്പോൾ മേൽത്താടി എല്ലിലെ പല്ലുകൾ കീഴ്ത്താടി എല്ലിലെ പല്ലുകളെ ഓവർലാപ്പ് ചെയ്ത് വരികയാണ് വേണ്ടത്. പക്ഷേ ഇതിനകത്ത് നമ്മുടെ കേസിൽ നേരെ തിരിഞ്ഞുമാണ്. എന്തായാലും ഈ കുഞ്ഞിന്
ഏതാണ്ട് ആ കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഘട്ടം ഏതാണ്ട് പരിസമാപ്തിയിലാകുന്നത് വരെ ഒരു 16-18 വയസ്സ് വരെ തീർച്ചയായും ഈ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടർന്ന് പോകേണ്ടി വരും. ഇത് കഴിഞ്ഞാൽ ഇപ്പം കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഈ കുട്ടിയുടെ ഓർത്തോഡോണ്ടിക് ചികിത്സയും ഡെൻഡോഫേഷ്യൽ ഓർത്തോപെഡിക് ചികിത്സയും തുറന്നു പോവുക തന്നെ വേണം. ആ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലൈൻ ശരിയാണ്. സാമൂഹ്യ പാഠം പരിപാടിയിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ദന്തപരിചരണം എപ്പോൾ മുതൽ തുടങ്ങണം? അപ്പോൾ നമ്മൾ പറഞ്ഞതനുസരിച്ച് തന്നെ ഈ ഇനാമലിനും ഡെൻറ്റിനും, അതായത് കറക്റ്റ് കുഞ്ഞിൻ്റെ ഭ്രൂണാവസ്ഥയിലുള്ള കുഞ്ഞിൻ്റെ അമ്മയുടെ ന്യൂട്രീഷൻ, അതായത് പോഷണവും വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണവും കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ, വെളിയിൽ നിന്നും വൈറ്റമിൻ ഗുളിക രൂപത്തിൽ കിട്ടാതിരുന്ന് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള കലകളായ ഇനാമലും ഡെൻറ്റിനും ഹൈപ്പോപ്ലേസിയ, എൻവയോൺമെൻറ്റൽ ഇനാമൽ ഹൈപ്പോപ്ലേസിയ, അമിലോജനസിസ് ഇംപെർഫെക്റ്റ, ഡെൻറ്റിനോജനസിസ് ഇംപെർഫെക്റ്റ എന്നീ അസുഖങ്ങൾ പിടിപെടാനോ എന്നീ വൈകൃതങ്ങൾ പിടിപെടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വളർന്നു വരുന്ന കുഞ്ഞിൻ്റെ താടിയെല്ലുകളുടെ ക്രമാനുഗതമായ വളർച്ചയ്ക്കും തദ്വാര താടിയെല്ല് വളർച്ച വന്നാൽ മാത്രമേ ബ്രെയിനിൻ്റെ കേസ് വളരുകയുള്ളൂ, എന്നാൽ മാത്രമേ ബുദ്ധി വികസിക്കുകയുള്ളൂ. എപ്പോഴും ആലോചിക്കണം, ദന്തവൈകൃതം കൂടിയ കുഞ്ഞുങ്ങൾ സാധാരണ കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് ഒരല്പം മന്ദബുദ്ധികളായിരിക്കും. അപ്പോൾ ഇതെല്ലാം കാര്യം ഈ പല്ലിൻ്റെ വളർച്ച തീർച്ചയായിട്ടും. ഡോക്ടർ, നമുക്കൊരു കോളുണ്ട്, പറഞ്ഞോളൂ. സാമൂഹ്യ പാഠം പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് അമൽ. എവിടെ നിന്നാണ്? ഇത് തൊടുപുഴയിൽ വിളിക്കുന്നത് മാഡം. സംസാരിച്ചോളൂ, ഡോക്ടറോട് സംസാരിച്ചോളൂ. അമൽ പറഞ്ഞോളൂ. സാറേ നമസ്കാരം. സാറേ എനിക്കൊരു 26 വയസ്സുണ്ട്. സാറേ ഒരു 10-13 വയസ്സുള്ള പറഞ്ഞാണ് ഈ പല്ലിന്റെ അറ്റം ഇങ്ങനെ വെളുത്ത് വരുവായിരുന്നേ. എന്റെ ഈ പല്ല് നടന്നു പോവാ സാറേ. അപ്പൊ അന്ന് പറഞ്ഞു കൊച്ചിയിലെ ഇതായതുകൊണ്ട് വിഷയമെല്ലാം മാറിക്കൂടുന്ന് പറഞ്ഞു. അതെ. പക്ഷെ പിന്നീട് അങ്ങനെ മാറ്റം വന്നില്ല സാറേ. പല്ലിന് ഇടയ്ക്കിന് ഇപ്പൊ ഭയങ്കര പുളിയാണ് പല്ലിന്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതെ. ആ പല്ലിന്റെ അറ്റം അഗ്രഭാഗങ്ങൾ മാത്രമാണോ പൊളിഞ്ഞു പോകുന്നത്, അതോ പല്ലിന്റെ വശങ്ങളും പൊളിയുന്നുണ്ടോ? ഇല്ല സാർ, ഇത് പല്ലിന് ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഡോക്ടർ പല്ലിനെ ഈ ഫ്രണ്ടിൽ നമ്മൾ ചിരിക്കുമ്പോ കാണുന്ന ഈ ഫ്രണ്ടിലത്തെ പല്ലുകൾക്ക് ഈ വിഷയം സംഭവിച്ചിരുന്നത്. ഇത് എത്ര വയസ്സിലാണ് തുടങ്ങിയത് ഈ ബുദ്ധിമുട്ട്? സാറേ ഒരു 13 വയസ്സിൽ തുടങ്ങിയതാണ്. താങ്കളുടെ സ്ഥലം ഒന്നുകൂടെ വ്യക്തമാക്കാമോ? ഇത് തൊടുപുഴ. താങ്കൾ വീട്ടില് കിണറ്റ് വെള്ളമാണോ യൂസ് ചെയ്യുന്നത്, അതോ പൈപ്പിലെ വെള്ളമാണോ? സാർ നമുക്ക് കിണറ്റ് വെള്ളം കുടിക്കുന്നത്. ഏത്? കിണറ്റിലെ വെള്ളം. ശരി. പക്ഷെ നമ്മുടെ കേരളത്തില് ചില സ്ഥലങ്ങളിൽ, എടുത്തു പറയാനാണെങ്കിൽ പാലക്കാട് ജില്ലയിലും ആലപ്പുഴയിലും പ്രധാനമായും ചേർത്തലയിലും ചില പ്രദേശങ്ങൾ, വർക്കലയിലും ഞെക്കാട്, ഇങ്ങനെയുള്ള ചില പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിൽ ഫ്ലൂറൈഡിൻ്റെ ശതമാനം വളരെ വിചാരിക്കുന്നതിലും കൂടിയ അളവിൽ കാണുന്നതുകൊണ്ട് ആ സ്ഥലങ്ങളിൽ വസിക്കുന്ന പരിസരവാസികളുടെ കുഞ്ഞുങ്ങൾക്ക് പല്ലിന് ഫ്ലൂറോസിസ് എന്ന് പറയുന്ന രോഗനിമിത്തം അവരുടെ പല്ലുകളും എല്ലുകളും ദ്രവിച്ചു പൊടിയാറുണ്ട്. പക്ഷേ താങ്കളുടെ പല്ലിൻ്റെ ആ ഒരു സംഭവം അതുതന്നെ ആയിരിക്കണമെന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻവയോൺമെൻറ്റൽ ഇനാമൽ ഹൈപ്പോപ്ലേസിയ അല്ലെങ്കിൽ ഡെന്റിനൽ ഹൈപ്പോപ്ലേസിയ ആയിരിക്കാം എന്നാണ് വിശ്വാസം. താങ്കൾക്ക് പുളിപ്പുണ്ടോ? പല്ലിന് പുളിപ്പുണ്ടോ? ഈ അഗ്രഭാഗം മാത്രമേ വെളുത്തായിരിക്കുന്നത്. അതെ. അത് ആ അഗ്രഭാഗം വെളുത്തിരിക്കുന്നു എന്ന് പറഞ്ഞത് തന്നെയാണ് ഒരു മിസ്റ്റി മീൻസ് ഒരു മഞ്ഞ് പോലെ, പാല് പോലെ ചില അഗ്രഭാഗങ്ങൾ മാത്രം വന്ന് അത് പൊടിഞ്ഞു പോകുന്നു. അത് ലോക്കലൈസ്ഡ് ഹൈപ്പോപ്ലേസിയ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടും. ഒരു പ്രത്യേക ഭാഗം മാത്രം ഹൈപ്പോപ്ലേസിയ വന്ന് പോവുകയും താങ്കൾക്ക് ഇതിന് ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങളിൽ താങ്കൾക്ക് മുൻവരിയിലെ പല്ലുകൾക്ക് ആൻറ്റീരിയർ കോമ്പസിറ്റ് റെസിൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക മെറ്റീരിയൽ കൊണ്ട് ഏത് ദന്ത ചികിത്സകനും പല്ലിനെ പഴയ രൂപത്തിലാക്കി തരും. താങ്കൾ ഒട്ടും വിഷമിക്കേണ്ട. അതിനേക്കാളും കാഠിന്യം കൂടിയ അവസ്ഥയിൽ ഇത് സംഭവിക്കുകയാണെങ്കിൽ ഇനാമൽ വെനിയറിങ്ങോ പോസ്റ്റീരിയർ ക്രൗണോ അവർക്ക് ഇട്ട് തരാവുന്നതാണ്. സാമൂഹ്യ പാഠത്തിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മൾ ദന്തപരിചരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതിൽ ഈ ദന്തരോഗം ഒരു പാരമ്പര്യ രോഗമായിട്ട് വരാറുണ്ടോ ഡോക്ടർ? തീർച്ചയായും. താടിയെല്ലുകളുടെയും പല്ലുകളുടെയും രൂപവും ഘടനയും
ഒരു കുഞ്ഞിന് അമ്മയുടെയും അച്ഛൻ്റെയും ക്രോമസോമുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ദാനമാണ്. ഏതെങ്കിലും ഒരു കുഞ്ഞിൻ്റെ പല്ലിൻ്റെ ഘടന അമ്മയിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ താടിയെല്ലിൻ്റെ ഘടന അച്ഛനിൽ നിന്നായിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പാരമ്പര്യമായി കിട്ടുന്ന നമ്മുടെ ജനറ്റിക്, അതായത് നമ്മുടെ ക്രോമസോമുകളിൽ അടങ്ങിയിരിക്കുന്ന DNA-യിൽ നമുക്ക് ഇത് കോഡഡാണ്, ഇത് എഴുതപ്പെട്ടിരിക്കുന്നു. ഈ കുട്ടി എത്ര വയസ്സിൽ എങ്ങനെയായിരിക്കും, അതിന് എന്തെല്ലാം അസുഖങ്ങൾ വരും. അതുകൊണ്ട് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ചില ടെക്നിക്കുകൾ എന്ന് പറയുന്നത് കുഞ്ഞ് ജനിച്ച് വരുമ്പോൾ തന്നെ. നമുക്കൊരു കോളുണ്ട്. സാമൂഹ്യ പാഠം പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എവിടെ നിന്ന് വിളിക്കുന്നു? മലപ്പുറം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ. പറയൂ കുഞ്ഞ്, കേൾക്കാം. എനിക്ക് കുറെ കാലമായിട്ട് വായിക്കുന്ന തുടങ്ങിയിട്ടുണ്ട്. ഹലോ, കേൾക്കുന്നില്ല? ഹലോ, എന്താണ് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുമോ? വായ്പുണ്ണ്. പറഞ്ഞോളൂ. ഒരു 8ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ് വായ്പുണ്ണ്. ഡോക്ടർ കാണിക്കുന്ന ഒരു ഇലക്കറികൾ കഴിക്കാന്, പിന്നെ ബിക്കോണ്ടത്തിന്റെ ഗുളിക എഴുതി തരും. പക്ഷെ അത് കുടിച്ച് ഒരു 2-3 മാസത്തിന് കുഴപ്പമുണ്ടാവില്ല, പിന്നെയും അങ്ങനെ തുടങ്ങും. അതെ. ഹലോ. കേക്കാം. ശരി കുഞ്ഞ്, അപ്പൊ ഞാൻ അതിന്റെ ഉത്തരവ് ഒന്ന് പറയട്ടെ. അപ്പോ ഈ കുഞ്ഞിനിപ്പം ഇപ്പൊ എത്ര വയസ്സായി? 19 വയസ്സ്. എത്രയായി? 19 വയസ്സ്. ഓക്കെ. നമ്മുടെ വായില് കുഞ്ഞു കുഞ്ഞു വ്രണങ്ങൾ, അതായത് ഈ ശൈശവ കാലഘട്ടം മുതൽ തന്നെ മുകളിലോട്ട് നമ്മൾ വളർന്നു വരുമ്പോഴേക്കും നമ്മുടെ വായില്, നാക്കില്, കവിളില്, ചുണ്ടില്, ഈ വിവിധ സ്ഥലങ്ങളിൽ നമുക്ക് കുഞ്ഞു 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 വ്രണങ്ങൾ പ്രത്യക്ഷപ്പെടും. അതിന് പൊതുവേ തന്നെ നമ്മൾ ഈ വായ്പുണ്ണെന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി നമ്മൾ റിക്കറൻറ്റ് മൈനർ ആപ്തസ് അൾസേഴ്സ്, അല്ല അതുപോലെ അതിലും ഇച്ചിരുടെ വലിയ അസുഖം വന്നു കഴിഞ്ഞാൽ റിക്കറൻറ്റ് മേജർ ആപ്തസ് അൾസേഴ്സും പറയും. ഇത് കൂടാതെ തന്നെ റേറ്റർ സിൻഡ്രോം, ബെഴ്സറ്റ് സിൻഡ്രോം എന്ന് പറയുന്ന ചില പ്രത്യേകതരം വിഭാഗങ്ങളിൽ പെടുന്നത്, അതായത് നമ്മുടെ കൈകാൽ മുട്ടുകൾക്കുള്ള തേയ്മാനം, തുപ്പൽ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥിക്കുള്ള കുഴപ്പങ്ങൾ, അതിനോടൊക്കെ ചേർന്ന് തന്നെ വായിൽ ചെറിയ ചെറിയ രീതിയിൽ പുണ്ണ് വരും. ഇത് കൂടാതെ ചില പ്രത്യേകതരം ബാക്ടീരിയകളുടെയും വൈറസുകളുടെയും കാരണത്താൽ പനി വരികയോ, നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ മാംസ്യത്തിൻ്റെ കുറവ് അനുഭവപ്പെടുകയോ, വിറ്റാമിനുകളുടെ കുറവ് അനുഭവപ്പെടുകയോ, ശരീരത്തിൽ വിരശല്യം കൂടുകയോ ചെയ്തു കഴിഞ്ഞാലും വായിൽ പുണ്ണ് വരും. ഇത് ചെറിയ 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 കുഞ്ഞു കുഞ്ഞു വ്രണങ്ങൾ. അത് എന്താ പറയുന്നത്, ശരിയായ രീതിയിലുള്ള പോഷണം, വായുടെ ഒരു സന്തുലനാവസ്ഥയെ തെറ്റിക്കാത്ത രീതിയിലുള്ള പോഷണങ്ങളും കറക്റ്റായിട്ടുള്ള ചെക്കപ്പും കൃത്യമായ രീതിയിൽ സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ചുള്ള പല്ല് ദന്ത പരിചരണവും, അതുപോലെ തന്നെ നാക്കിൽ അനാവശ്യമായ പ്ലാക്കും ബാക്ടീരിയ അടിയാതെ കൃത്യമായ രീതിയിൽ നോക്കുകയും ചെയ്താൽ, മൗത്ത് വാഷുകൾ ഉപയോഗിക്കുകയും ചെയ്താൽ, ചെറിയ ചൂടുള്ള ഉപ്പുവെള്ളം കൊള്ളുകയും ചെയ്താൽ നമുക്ക് നമ്മുടെ ഒരു പരിധി വരെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ വായിൽ തുടരെ അൾസർ വരുന്നത് തന്നെ ഒരു ജനിതക പ്രശ്നമായിട്ട് കാണാം. നമ്മുടെ അമ്മയ്ക്കോ അമ്മയുടെ അമ്മയ്ക്കോ ഇതേ പ്രോബ്ലം ഉണ്ടായിരുന്നിരിക്കും. പെൺകുട്ടികളായാൽ ഒരു കാര്യം കൂടെ ഉണ്ട്. പെൺകുട്ടികൾക്ക് അവരുടെ ആർത്തവ ചക്രത്തിൻ്റെ ആ കാലഘട്ടങ്ങളിൽ ഈ വായിൽ തീർച്ചയായും വ്രണങ്ങളുടെ കൂടുതൽ പ്രത്യക്ഷപ്പെടാം. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി എപ്പോഴൊക്കെ കുറഞ്ഞിരിക്കുന്നോ അപ്പോഴൊക്കെ ഈ വായിലെ വ്രണങ്ങൾ പ്രത്യക്ഷപ്പെടും. പിന്നൊരു കാര്യമുണ്ട്, രാവിലെ അതെ. അപ്പോൾ അത് നമ്മൾ വിചാരിച്ച പോലുള്ള ചെറിയൊരു സംഭവമല്ല. ഇതൊരു എനിക്ക് പറഞ്ഞു കേട്ടിടത്തോളം ഒരു റിക്കറൻറ്റ് മേജർ ആപ്തസ് അൾസർ, അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 തരം സിൻഡ്രം പറഞ്ഞു, ഒരു സട്ടൻസ് ഡിസീസ് എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വിരശല്യങ്ങളിൽ വരാം. മാത്രമല്ല തീർച്ചയായും കുഞ്ഞ് വിദഗ്ധനായ ഒരു ഓറൽ പത്തോളജിസ്റ്റിനെ കണ്ടിട്ട് ചിലപ്പോൾ ഒരല്പം മാംസം എടുത്ത് പരിശോധിക്കുകയോ ഫർദർ ചികിത്സകൾ രക്തത്തിൻ്റെ ചികിത്സയോ ചികിത്സയും ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിലെ രക്താണുക്കൾ, അതായത് വെളുത്ത രക്താണുക്കളുടെയും ചുവന്ന രക്താണുക്കളുടെയും അളവും പ്ലേറ്റ്ലെറ്റിൻ്റെ അളവുകളും ഒക്കെ നോക്കുന്നത് വളരെ നന്നായിരിക്കും. ഒരു നല്ല ഓറൽ പത്തോളജിസ്റ്റിനെയും ഒരു നല്ല ഹെമറ്റോളജിസ്റ്റിനെയും കണ്ടിട്ട് കൺസൾട്ട് ചെയ്യുക. വിളിച്ചതിന് നന്ദി.
ഡോക്ടർ, നമ്മൾ വയോജനങ്ങളിൽ എന്തെല്ലാം രീതിയിലുള്ള ദന്തരോഗങ്ങളാണ് കാണപ്പെടുന്നത്? അവയ്ക്കുള്ള പരിഹാരങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? വയോജനങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ന് ഭാരതത്തിലെ 90% വയോജനങ്ങളിലും കാണപ്പെടുന്നത് ക്രോണിക് പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറയുന്ന മോണരോഗമാണ്. അതിന് മുൻകാലങ്ങളിൽ പയോറിയ എന്ന് പറഞ്ഞു, അഥവാ മോണപഴുപ്പ്. നാം എത്രയൊക്കെ ചികിത്സിച്ചാലും നല്ല രീതിയിൽ നാം നമ്മുടെ മോണ സംരക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 85 വയസ്സായാലും നമ്മുടെ വായിലെ എല്ലാ പല്ലും കാണും. പക്ഷേ നമ്മുടെ തന്നെ ശ്രദ്ധ കുറവും നമുക്കുള്ള ജനിതക തകരാറുകളും നമ്മുടെ പോഷണത്തിലുള്ള വൈകല്യവും നമുക്ക് വിറ്റമിനുകൾ സമയത്തിന് കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയപ്പെടുന്ന മോണരോഗത്തിൻ്റെ ആധിക്യം കൂടുകയും നമ്മുടെ പല്ലുകൾക്ക് മോണപഴുപ്പുണ്ടാവുകയും പല്ലുകൾക്ക് ഇളക്കം സംഭവിക്കുകയും പല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒരുതരം പത്തോളജിക്കൽ മൈഗ്രേഷൻ എന്ന രീതിയിൽ പോവുകയും ചെയ്യും. വയോജനങ്ങൾക്കുണ്ടാകുന്ന വേറൊരു പ്രയാസം, ഈ പല്ലുകൾ പോയി കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? ഏതെങ്കിലും ദന്ത ചികിത്സകനെ കണ്ടിട്ട് അവർ എന്താ പറയുന്നത്, പല്ല് പോയ സ്ഥലങ്ങളിൽ പല്ല് വെക്കാനായി അവർ ശ്രദ്ധിക്കും. അപ്പോൾ പല്ല് വെക്കുമ്പോഴോ വെച്ച പല്ലുകൾ തന്നെ പല രീതിയിലുള്ള പല്ലുകളുണ്ട്. ഇളക്കി മാറ്റാനാവുന്ന റിമൂവബിൾ പാർഷ്യൽ ഡെഞ്ചർ, മുഴുവൻ പല്ല് തന്നെ വെക്കുന്ന ഫുൾ ഡെഞ്ചർ, അതല്ല പല്ലോട് പല്ല് ഉറപ്പിക്കുന്ന ഫിക്സഡ് പാർഷ്യൽ ഡെഞ്ചർ, അതുമല്ലെങ്കിൽ പല്ലിനെ ഇംപ്ലാന്റ് ചെയ്ത് പിടിപ്പിക്കുന്ന രീതിയിലുള്ള പല്ലുകൾ ഉപയോഗിക്കാം. ഇവ ഏത് തരത്തിലെ പല്ലായാലും ഗുണവും ഉണ്ട്, അതിന് ദോഷങ്ങളും ഉണ്ട്. പ്രധാനമായും സാമ്പത്തിക സ്ഥിതി കുറഞ്ഞ സാധാരണ പൗരന്മാർ ഇളക്കി മാറ്റാനാകുന്ന റിമൂവബിൾ പാർഷ്യൽ ഡെഞ്ചറും ഫുൾ ഡെഞ്ചറുമാണ് സാധാരണ അവർ ചെയ്യുന്നത്. ഈ പറയപ്പെടുന്ന കൃത്രിമ പല്ലിൻ്റെ ഫ്ലാഞ്ചുകൾ. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ചോദിക്കാനുണ്ട്, ഉത്തരം തേടാനുണ്ട്. എന്നാലും ഇന്നത്തെ നമുക്ക് ഉത്തരം നൽകി സഹായിച്ച നമ്മുടെ ഡോക്ടർ സൈമൺ മോറിസന് ആശംസകൾ നേർന്നുകൊണ്ട് നാളെ ഇതേ സമയം മറ്റൊരു വിഷയവുമായി സാമൂഹ്യപാഠം വീണ്ടും കാണാം. നന്ദി.